ഫാരിസ് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു ഡയറക്ഷൻ ആയിരുന്നു ഇത്. ഫാരിസ്, ഐ നോ നമുക്കിടയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്പീഡിലാണോ തീർക്കുന്നത്? എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനെ പോലെ അല്ലേ അവളെ ഞാൻ. വെൽക്കം ടു മിഡ്നൈറ്റ് ക്ലബ്. നമ്മുടെ ഈ ഹോൾ പ്രൊഡക്ഷനുള്ള ഫാരിസിൻ്റെ ഒരു വിഷൻ അത് ക്രൂവിലുള്ള എല്ലാവരിലേക്കും എത്തണമെന്ന് ഫാരിസ് നിർബന്ധമുണ്ടായിരുന്നു. അത്ര ഡെഡിക്കേഷൻ ആയിരുന്നു. ലൈക്ക് ഒരു 24 hours പറയാം, ഫ്രം ദി ബിഗിനിങ് കഴിയുന്ന വരെ ഇതിന്റെ മുകളിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹെക്റ്റിക്കാണ് ഈ സംഭവം. നമ്മൾ രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ഷൂട്ടാണ്, കണ്ടിന്യൂസ് ഷൂട്ട്. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പോവുക, അല്ലാണ്ട് നമുക്ക് വേറെ റെസ്റ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ആ പ്രത്യേകത ഇതാണ്, എത്ര ഹെക്റ്റിക്കാണെങ്കിലും നമ്മളത് എൻജോയ് ചെയ്യുമെന്നുള്ളതാണ്. ഉള്ള ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്യാം. ആളുകൾ ആക്ട് ചെയ്യുമ്പോഴും ചെയ്യിപ്പിക്കുമ്പോഴും അവരുടെ ആ ഒരു ഡിഫറെൻറ്റ് വേർഷൻ കാണിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നോട് പറഞ്ഞത് ഫ്രീ ആയിട്ട് നിൽക്കുക, ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യുക, കംപ്ലീറ്റ് ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യുക, ഫ്രീ ആയിട്ട് നിന്നിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ആക്ച്വലി ഒരുപാട് അഭിനയിക്കാനൊന്നുണ്ടായിരുന്നില്ല. ആ ഫസ്റ്റ് സീന് അത് ലൈക്ക് എല്ലാവരും പറയുന്നുണ്ട് നിനക്ക് എന്നെക്കാൾ ഇഷ്ടം കാരണമാണ്. ആ ഒരു സീനും ബാക്കി മൊത്തം ആ ടെൻഷൻ്റെ ആ സാധനങ്ങളും ഫാരിസ് സീൻ നടക്കുമ്പോൾ ആ സങ്കടവും ലാസ്റ്റത്തെ ആ സീനുകളൊക്കെ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാരിസ് ആദ്യമേ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധികവും നമുക്ക് അത്യാവശ്യം ഫൈറ്റ് ചെയ്യാണ്ട്, അപ്പോൾ നമുക്ക് റിഹേഴ്സൽ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരാഴ്ച മുമ്പ് വന്ന് ഫ്ലാറ്റിൽ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ട് ഞങ്ങൾ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് ആ ഷൂട്ട് ഡേയ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോകുന്നു, ഫൈറ്റ് ചെയ്യുന്നു, പോരുന്നു. കാരണം വേറെ ഡൗട്ട്സ് ഒന്നുമില്ലായിരുന്നു. പൊതുവെ ഫൈറ്റിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം തോന്നുന്നു ഷൂട്ടിന്. പക്ഷേ ആ പ്ലാൻ ഇവിടെ അത്ര നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. ആ ഷൂട്ടിന് അന്ന് ഏർലി മോർണിംഗ് എണീറ്റ് പോയതാണ്. അപ്പോൾ നല്ല ക്ഷീണം തീർന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു പവർ നാപ്പ് എടുക്കാൻ സമയം കിട്ടി. കുറച്ച് നേരം ആ ട്രാവൽ ലോഞ്ചിലൊന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടി. കിടന്ന് എണീറ്റ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ബാക്കിയുള്ള ടീം മൊത്തം ഫുൾ ഓണായിട്ട് ഫുള്ള് കാറ് നേരെ നിൽക്കുന്നത്, ഫുൾ ലൈറ്റപ്പ്. കുറച്ച് ആ സന്ധ്യ സമയമായിരുന്നു. ആ ഒരു കാഴ്ച ഭയങ്കര രസമായിരുന്നു. അതായത് ഫുൾ ടീം ഫുൾ എനർജി ആയിട്ട് നിന്നിട്ട് ആ വണ്ടി അറേഞ്ച് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എണീറ്റ് വരുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ടീമിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനർജി തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു കണ്ടിന്യൂസ് 20 മണിക്കൂർ ഷൂട്ട് പോസിബിൾ ആയത് തന്നെ എന്താ പറയുക, ടീമിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ടും ഇങ്ങോട്ടുള്ളൊരു മോട്ടിവേഷൻ തന്നെയാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന, നമ്മുടെ ടീമിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോഴും അതിൽ ഹാപ്പിയാണ്. ഇനിയും കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു.